വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കറിയുമായിട്ടാണ്. എന്താണ്, കേക്കും വൈനും എല്ലാം പോലെ തന്നെ സ്പെഷ്യലാണ് അപ്പവും സ്റ്റൂ കറിയും. അപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. അതിൻ്റെ ഓതൻറ്റിക്കായിട്ടുള്ള കറക്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ നമ്മൾ ഏകദേശം ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് കഴുകി എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്, കിഴങ്ങും ക്യാരറ്റും. ഇത് 3 എണ്ണം വെച്ചാണ്, 3 കിഴങ്ങും 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് നമ്മുടെ ഓരോരുത്തർ എരിവിനനുസരിച്ച് നമുക്കെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അല്ലാതെയും കുറച്ച് ചതച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോള അരിഞ്ഞതാണ്. നമുക്ക് പകുതി കൊച്ചുള്ളിയും പകുതി സവോളയും വേണേൽ എടുക്കാം. പിന്നെ കറിവേപ്പില, മല്ലിയില ഞാൻ ജസ്റ്റ് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി. സാധാരണ സ്റ്റൂ കറിക്കൊന്നും നമ്മളങ്ങനെ മല്ലിയില ചേർക്കാറില്ല. പിന്നെ വേണ്ടത് കാഷ്യൂനട്ടാണ്. ഒരു 10 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് നേരത്തെ തന്നെ വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളും എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൂ കറി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിവതും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ്. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ 2-3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ഇച്ചിരി ഇച്ചിരി മതി കേട്ടോ. ഇപ്പോൾ ഏലക്ക ആണെങ്കിൽ ഒരു 2 എണ്ണം, കറുവപ്പട്ട ആണെങ്കിൽ ഒരു ചെറിയ 2 കഷ്ണം, 1 കഷ്ണം ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കടുകും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. സവോള ആദ്യം ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റു കാര്യങ്ങൾ ചേർക്കുന്നുള്ളൂ. അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഇത് 3ഉം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം നന്നായിട്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില അങ്ങനെ എല്ലാം ഒന്ന് അത്യാവശ്യം ഒരു 1/4 ഭാഗത്തോളം വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങ്, ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ഈ കിഴങ്ങിൻ്റെയൊക്കെ ഒരു കളറൊന്ന് മാറി കിട്ടിയിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഇട്ട ഉടനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇല്ല. പലപ്പോഴും സ്റ്റൂ കറി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടാത്തതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഈ കിഴങ്ങൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതായത് കിഴങ്ങിൻ്റെ പുറത്ത് നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ ഒരു കോട്ടിങ് വരണം. അതാണ് അപ്പോൾ കറക്റ്റ് നമ്മുടെ സ്റ്റൂ കറിക്കുള്ള ഒരു പരുവായെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. നമ്മൾ വേറെ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കത്തില്ല. മല്ലിപ്പൊടിയാണ് ഈ സ്റ്റൂ കറിയുടെ മെയിന്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മൂപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടുള്ള നമ്മുടെ മസാലയൊക്കെ പെരണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെയും ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ നാടൻ സ്റ്റൂവിൽ ഒരു കാരണവശാലും നമ്മൾ പുളിയോ വിനെഗറോ തക്കാളിയോ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തോട്ട് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി അങ്ങ് പൗഡർ ഫോം അല്ല, ഒരു ക്രഷ്ഡ് ഫോമാണ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ സ്റ്റൂ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാപ്പാൽ. അപ്പം ഞാൻ കണ്ടല്ലോ ഏകദേശം ഒരു 1/2 ലിറ്ററോളം തേങ്ങാപ്പാൽ ഞാൻ 2ാം പാലാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇനി
അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതൊരു പകുതി വേവാകുമ്പോഴത്തേക്കിന് നമുക്കിനി ഇതിനകത്ത് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഒക്കെ ഒരു പകുതി വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി അരച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രഷ് മിൽക്ക് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതുകൂടെ ഒഴിച്ചിട്ട് വേണേൽ അരച്ചാലും മതി. ഇപ്പം ഞാൻ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഈ കാഷ്യൂ പേസ്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വലിയ ഗ്രേവി ഇല്ല, ഒരു മീഡിയം ഗ്രേവിയാണ് നമ്മുടെ ഈ സ്റ്റൂ കറിക്കുള്ളത്. നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കണം. ഇത് മൊത്തത്തിലൊരു 15 മിനിറ്റ് ആവശ്യമേ ഉള്ളൂ ഈ സ്റ്റൂ കറിക്ക്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൂ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒന്നാം പാൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കറി റെഡിയായെന്നാണ് അർത്ഥം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കാൻ പാടില്ല. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് പെരിഞ്ചീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. ഇതു ചേർത്ത് കഴിയുമ്പോൾ അസാധ്യ സ്മെല്ലാണ്. എന്തോരു മണമെന്നറിയാമോ. പിന്നെ ഈ സ്റ്റൂ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവമാണ് ലാസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളിതങ്ങ് അടച്ച് വെക്കും. അപ്പോഴത്തേക്കിന് ഇതൊന്നും ഇരുന്നതിൻ്റെ മണമൊക്കെ ഇറങ്ങി എന്നാ പറയുന്നത്, നമ്മൾ ആ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളാ റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.